കഴിഞ്ഞ ദിവസം പയറ് ചെടിക്കും തക്കാളി ചെടികൾക്കൊക്കെ ഉണ്ടായ ചിത്രകീടബാധ കൈകാര്യം ചെയ്യാനാണ് ഈ വേപ്പെണ്ണ സ്പ്രേ വാങ്ങിച്ചത്. വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ കറിവേപ്പല്ല കേട്ടോ, ആര്യവേപ്പാണ്. ഇതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിനാണ്. അതിൽ കുറേ വെള്ള ഫംഗസ് പോലെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ചെടിയിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ വ്യത്യാസം കണ്ടപ്പോഴാണിത്. പിന്നെ അവിടെ അതാ വെള്ളരിക്ക് ചിത്രകീടുണ്ട്, അതിനും കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ആര്യവേപ്പിൻ്റെ എണ്ണയും കുറച്ച് അതിൻ്റെ കൂടെ സോപ്പ് ലൈനൊക്കെ ചേർത്തതാണെന്നാണ് അവർ പറയണത്. ഇൻഗ്രീഡിയൻസിനെ അവർ എഴുതിയിട്ടുള്ളൂ. കയ്യിൽ തൊടുമ്പോൾ സോപ്പിൻ്റെ പോലെ എഴുതുന്നുണ്ട്. നമ്മളിവിടെയുള്ള കടകളിൽ നിന്നൊക്കെ ആര്യവേപ്പിൻ്റെ എണ്ണ, വേപ്പെണ്ണ വാങ്ങിക്കുമ്പോൾ അവർ പറയാറ് സ്വല്പം ലിക്വിഡ് സോപ്പും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്തോളാനാണ്. ഇത് നല്ലോണം നേർപ്പിച്ചുണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് സ്പ്രേ ആവില്ല. ഞാനിവിടെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആര്യവേപ്പെണ്ണ സ്പ്രേയിലൊക്കെ എന്താ പറ്റാറ് വെച്ചാൽ ബ്ലോക്കായി പോവും, നോസിൽ ബ്ലോക്കാവും. അപ്പോൾ ഇത് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് സോപ്പും കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പഠിച്ചു. അതായത് ഇനിയിപ്പോൾ ഇതിന് അത്യാവശ്യം വിലയുണ്ട്, മറ്റേതിനെക്കാട്ടും വില വളരെ കൂടുതലാണ്, പക്ഷേ വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ കേടാവണ വരെ ഇവിടെയുള്ള ലോക്കലായിട്ട് ആര്യവേപ്പിൻ്റെ എണ്ണ വാങ്ങിക്കുക, നല്ലോണം ഡൈല്യൂട്ട് ചെയ്യുക, ഈസി ആയിട്ട് സ്പ്രേ ചെയ്യുക. പക്ഷേ ഈ നോസിലൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കേടായി പോവും. ഇതിനൊന്നും അത്ര കാലം ഇപ്പോൾ ഒരു ബോട്ടിലും അതിൻ്റെ കൂടെ ഒരു ബോട്ടിലും കൂടി ആയിട്ടാണ് കിട്ടുക. ഒന്നിലേ സ്പ്രേ ഉള്ളൂ, മറ്റേത് വെറും ബോട്ടിലാണ്. അപ്പോൾ രണ്ടും കൂടെ തീരുന്ന അത്രയും കാലത്തേക്കുള്ള ആയുസേ ചിലപ്പോൾ ഈ സ്പ്രേയിങ് മെക്കാനിസത്തിന് ഉണ്ടാവുള്ളൂ. ഞാൻ വലിയ ആഗ്രഹമൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നാലും ഇപ്പോൾ തന്നെ ഒരു 1.5 ബോട്ടിൽ തീർന്നു. ഇനിയിപ്പോൾ ആകെ ഒരു 1/2 ബോട്ടിലേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നോക്കണം, കുറച്ച് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് ശരിയാവുമെന്ന്.